പ്രിസം പിരമിഡ് കോർണർ സിലിണ്ടർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വരണം. ഏതിനാണ് പിന്നെ ആൽഫ ബീറ്റ കണ്ടുപിടിക്കേണ്ടത്, അതൊക്കെയുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരണം. എന്നാൽ മാത്രമേ പ്രോബ്ലം ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ്, INCLA. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സോ ഹിയർ, അപ്പോൾ ഇതാണ് നമ്മുടെ കോർണർ, ശരിയല്ലേ? അപ്പോൾ കോർണർ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുന്നു. സോ ഫസ്റ്റ് I am going to draw one XY line. ഒരു XY ലൈൻ എടുക്കുന്നു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുമോ, അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. കാരണം ഒരു ലെങ്തി വീഡിയോ ആകുമ്പോൾ ഫോണിൽ സൈസ് പറ്റുന്നില്ല, പെട്ടെന്ന് ഫോൺ ഇതായി പോകുന്നു. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. സോ യു ഹാവ് ടു ലുക്ക് ഫ്രം ടോപ്പ്. അപ്പോൾ ആദ്യം ചെയ്തു, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, വളരെ തിൻ ലൈൻ. എത്രയാണ് റേഡിയസ്? 3 സെൻറ്റിമീറ്റർ. സോ ഒരു 1 സെൻറ്റിമീറ്റർ അവയിൽ ഞാൻ ഇവിടെ ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ എടുത്തൊരു ആർക്ക് വരച്ചു. ദെൻ ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇതിൽ കൂടി ഒരു സർക്കിൾ വരക്കുന്നു ഞാൻ. ഓക്കെ, സോ വൈദ്യുതി ഞാൻ വരക്കുന്നുണ്ട്, എന്നാലും മാത്രമേ ക്ലിയർ ആവും. അപ്പോൾ ഞാനിത് 8 ഡിവൈഡ് ചെയ്യുന്നു, 8 പോയിന്റ് സർക്കിൾ ആക്കി മാറ്റുന്നത്. ഇവിടെ ഇത് ഇവിടെ വളരെ തിൻ ലൈനാണ്, കൺഫ്യൂഷൻ ആകണ്ട. ഈ ഔട്ടറിലെ മാത്രമാണ് തിക്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോയിന്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് നെയിം ഇറ്റ്. ഇവിടെ ഞാൻ A B C D E F G H എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത്ര പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇത് ആക്സിസ് ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദ ഹൈറ്റ് ഓഫ് ദി ആക്സിസ് ഈസ് 80 ഹിയർ. അപ്പോൾ എയിൽ കൂടി ജിയിൽ കൂടി പാസ് ചെയ്യുന്ന വിധത്തിൽ ആദ്യം ബീനെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ B ഡാഷ്, ദെൻ G, എയിൽ കൂടി പാസ് ചെയ്തു. ഇത് A ഡാഷ്, G ഡാഷ്. Then this is B dash, F dash. Then it will be E dash, C dash. Then finally it will be D dash. Okay. Then you have to join this point with this point. It join cheya. Then we will then this point number join cheya. Okay. Then we thin na idu join cheya. Because it edge alla generator aanu. So vallu thin na idu join cheya. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 2. അപ്പോൾ ഉറപ്പിച്ച് നമ്മുടെ ഫിഗർ വാ ഷേപ്പാണ്. 1 2 3 4 5 6. ഓക്കെ, സോ ഇവിടെ ട്രൂ ലെങ്ത്, ഇവിടെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മളെന്ത് വേണം? ബീറ്റ കാണേണ്ടി വരും. ബീറ്റ ഓൾവേസ് കം ബിലോ XY ലൈൻ. സോ ബീറ്റ കാണേണ്ടി വരുന്നതുകൊണ്ട് 5 ഇറ്റ് ഈസ് ഗിവൺ ആണ്. സിമ്പിൾ, കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ കാണുന്നത് ഇങ്ങനെയുള്ളൂ, ഇതിലിങ്ങനെ വെക്കണം, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ ഒരു പോയിന്റ് എടുക്കുക. ദെൻ വാട്ട് യു ഡു, ഈ ഭാഗം ഇതുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഇവിടെ കിടത്തി വെക്കാൻ പോകുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി ദ പോയിന്റ് D ഡാഷ്. സോ മെഷർ ദിസ് ലെങ്ത്, അതിവിടെ എടുക്കുക. Okay, so that is the point O dash. Let it be O dash. So this is O dash. Then ഇത്രയും റേഡിയസ് എടുത്തിട്ട് ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ആൾക്ക് ഇവിടെ വരക്കുക. ബേസ് ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇവിടെയും വരക്കുക.
അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ജനറേറ്റർ വെച്ച് ജോയിൻ ചെയ്തു. കുറച്ചുകൂടി വലുതായിട്ട് വരണമെന്ന് തോന്നുന്നു, എന്നാലും മാത്രമേ ക്ലിയർ ആവും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇവിടത്തോട്ട് വരട്ടെ. ഓക്കെ, so this is the generator, or this is the O dash, and this is the point B dash. Similarly it will be A dash comma, ഈ ഡിസ്റ്റൻസ് കോമ്പസ് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. സോ എ ഡാഷ് കൊമ ജി ഡാഷ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദി പോയിന്റ് O. When you look from here, G will be visible and A will be invisible. Okay. When you look from here, F will be visible and B will be invisible. When you look from here, E will be visible and C will be invisible. So ഇവിടെ G dash എന്ന് പറയുന്നത് A dash invisible, then B dash comma F dash, ഇതിൽ F dash will be invisible. Then ഇവിടെ ഒരു പോയിന്റ് വരും, that is E dash comma C dash. Here C dash will be invisible, and this is D dash. Okay. അപ്പോൾ ഇതേ വഴി ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ജനറേറ്റേഴ്സ് ആണ്. വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. ഇത് മൂന്നും വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. ഇതൊക്കെ ഡാർക്ക് ആയിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, then you have to draw its corresponding top view. So 1 to മൂന്നാമത്തെ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. അപ്പം മൂന്നാമത്തെ ഫിഗറിൽ നമുക്ക് ടൂളിംഗ് കിട്ടി അല്ലേ? ടൂളിംഗ് ഈ ആക്സിസ് ഉണ്ടല്ലോ, അതന്നെ ഇത് കിട്ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്, ഇത് കിട്ടി. ഓക്കെ, ഇനി now we are going to draw the top view. So for that ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ബി. താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇവിടെ എന്ത് കിട്ടി? എ കൊമ ജി. താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഈ ഒരു പോയിന്റിൽ ബി കൊമ എഫ്. താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇവിടെ നിന്ന് വരും ഇ കൊമ സി. ദെൻ ഫൈനലി ഹിയർ ഡി. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടെ ആദ്യം നമുക്ക് എ എടുക്കാം. അപ്പോൾ എയും ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ എയും സിയും ഒരേ ലൈനിൽ കൂടി പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എ കിട്ടി. സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെയും കിട്ടും. കറക്റ്റല്ല? അപ്പോൾ ഈ സിയും സിയും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടി. അപ്പോൾ ഇവിടെ എ വന്നു, ഇവിടെ സിയും വന്നു. ഓക്കെ, അതേമാതിരി ഈ ഓൻ്റെ നേരെ താഴെ ഒരു എം എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എം ഡാഷ് ഓ ഡാഷ് ആണ് ആക്സിസ്. ലെറ്റ് ഇറ്റ് ബി എം ഡാഷ് കൊമ ഓ ഡാഷ്. ഓക്കെ, എം ഡാഷ് കൊമ ഓ ഡാഷ്. ഇവിടെ ഒരു എം ഡാഷ് ഉണ്ട്, എം ഡാഷ്. ഇത് O, M, where M is invisible. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എഫ്, ഇവിടെ എം എന്നുള്ള പോയിന്റ് ഉണ്ട്. അപ്പോൾ എം ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി, എം കിട്ടി. അപ്പോൾ ഇവിടെ ബി നോക്കുക. ബിയും കട്ട് ചെയ്യുമ്പോൾ എമ്മും ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നെ വരും. ശരിയല്ലേ? നമുക്കറിയാം. അതേമാതിരി ഇയും കട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ വരുക? ഇയും അതായത് ജി കൊമ ഇ ഇത് ഒരേ ലൈനിലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇ കിട്ടി. ജി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെയും കിട്ടും. ഓക്കെ, ഇങ്ങനെ ബാക്കിയുള്ളത്. അപ്പോൾ എ ഐ ബി ആയോ? ബി ഐ സി. ഓക്കെ, ഡി സിമ്പിൾ. ഇവിടെ സെക്ഷനിലാണ്. ഇപ്പോൾ ഡി ഇവിടെ കിട്ടി. ഡിയും ഒരേ ലൈനിലാണ് വരിക. ഇങ്ങനെ നമ്മുടെ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബിയും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ ഷേപ്പിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ സർക്കിൾ ബിക്കംസ് എലിപ്സ്. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് കിട്ടുന്നത്. ശരിയല്ലേ? എലിപ്റ്റിക്കൽ ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണമെങ്കിൽ നമ്മളെന്ത് വേണം? യു ഹാവ് ടു ലുക്ക് ഫ്രം ദിസ്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കാൻ. അപ്പോൾ നോക്കുക, എനെ ബിയിലേക്ക് കറക്റ്റ് ചെയ്തു, ബിന്ന് സിയിലേക്ക്, സി ഡി അങ്ങനെയാണല്ലേ. അപ്പോൾ ഇവിടെ ആർക്ക് ഇവിടെ ഒന്നും കൂടി മിസ്സിംഗ് ഉണ്ട്. ബിയും എഫും. ബി ഇവിടെ വരും. സോ ദിസ് ഈസ് ദി പോയിന്റ് ബി. ഓക്കെ, അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം.
എഫിന് ആക്ഷൻ നെയിം ഇവിടെ നമുക്ക് കിട്ടി, എഫും കിട്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വൺസ് യു ഗോട്ട് എവറിത്തിങ്, ഇത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് വേണം, എല്ലാം കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ആ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടത്? സർക്കിൾ ബിക്കംസ് എലിപ്സ്. ഇപ്പോൾ എനെ ആദ്യം എനെ ബി ആയിട്ട് ജോയിൻ ചെയ്യാം. എയും ബിയും എന്താ, എ ബി ദെൻ സി ദെൻ ഡി ദെൻ ഇ എഫ്. It will come just like this. നമുക്ക് ഓൾറെഡി കാരണം ഇത് മുകളിൽ എന്തോ പ്രതീക്ഷിക്കുകയല്ലേ. സോ ബേസ് വിൽ ബി വിസിബിൾ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ക്രൈറ്റീരിയ, അത് ഓർമ്മിക്കുക. ഓക്കെ, സോ ഇതാണ് ആക്സിസ്. ആക്സിസ് ഹാസ് ടു ബി പാരലൽ ടു എക്സ് ലൈൻ. സോ ദിസ് ഇസ് ദി പോയിന്റ് ഒ. എം ഒ ഇസ് ദി ആക്സിസ്. ഇനി ചെയ്യുന്നത് സ്ലൈഡിങ് എഡ്ജ് നോക്കണമല്ലോ. അപ്പോൾ അതിന് നോക്കുക, ബിയും ഒയും നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏറ്റവും ബൗണ്ടറി. സോ ബി ഒ നമ്മൾ ജോയിൻ ചെയ്യാം. അതേപോലെ ഇവിടെ ഡിയും ഒയും നമ്മൾ ജോയിൻ ചെയ്യാം. ബിയും ഒയും അതേമാതിരി ഏറ്റവും എക്സ്ട്രീമിൽ വരുന്നത് എഫ് ആണ്. ഈ എഫും ഒയും നമ്മൾ ജോയിൻ ചെയ്യാം. കാരണം ഓൾ ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ ആണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സിയും ഒയും എല്ലാം ജോയിൻ ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇത് കോണാണ്, ഇവിടെ സ്ലാൻഡിങ് എഡ്ജ് ഇല്ല. അപ്പോൾ ഈ ഒരു 3 ഫിഗറിൽ മാത്രമേ നമ്മുടെ ഈ കുറച്ച് തിക്കായിട്ട് വരക്കുന്നത്. എന്തുകൊണ്ട്? എന്നാൽ മാത്രമേ നമുക്ക് ഈ ബാക്കിയുള്ള പോയിന്റ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഈ ലൈൻസ് വരയ്ക്കുന്നത്. പക്ഷെ ഇവിടെ വരയ്ക്കുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷെ ഒരുപാട് സമയം വേസ്റ്റ് ആണ്. കാരണം ഇത് 3 വരച്ചാൽ മാത്രമേ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബൗണ്ടറി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് അത്യാവശ്യം തിക്കായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 1 2 3 അങ്ങനെ 4ാമത്തെ ഫിഗറും കിട്ടി. ഇനി 5ാമത്തെ ഫിഗറാണ് വരേണ്ടത്. ആക്സിസ് ഈസ് 40 ഡിഗ്രി വിത്ത് വി പി. അപ്പോൾ എന്ത് വേണം? വാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 1 2 3 4 5 6. ഓക്കെ, ഇത് ട്രൂ ലെങ്ത്, ഇത് പ്ലാൻ. വാഷ് ഷേപ്പിലാകുമ്പോൾ നമ്മൾ ബീറ്റ കണ്ടുപിടിക്കണം. ആക്സിസ് ഈസ് ഇൻവേർട്ട് ബോത്ത് എക്സ് പി ആൻഡ് വി പി പ്രോബ്ലത്തിൽ ആണെങ്കിൽ മാത്രം. ആ ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും. ഫൈ എന്നത് ഉറപ്പായിട്ട് തന്നിരിക്കും. അപ്പോൾ ബീറ്റ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ടത്? ലൈനിലൂടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവൈലബിൾ കൺവീനിയൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പെക്സ് ഈസ് നിയർ ടു വി പി അല്ലെങ്കിൽ അപ്പെക്സ് ഈസ് അവേ ഫ്രം വി പി എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി എൻ്റെ ഒരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പെക്സ് ഈസ് നിയർ ടു വി പി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സോ ഫോർ ദാറ്റ് take one point over here, keep a protractor here, measure phi is equal to 40 degree, draw one line. ഈ ലൈനിൻ്റെ മുകളിൽ ഞാൻ പോയിന്റ് ചൂസ് ചെയ്തു. ആ പോയിന്റാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, പിന്നെ നമ്മുടെ 3ാമത്തെ പോയിന്റ് ട്രൂ ലെങ്ത് കിട്ടും. ആ ട്രൂ ലെങ്ത് ഞാൻ ഇവിടുന്ന് എടുക്കുന്നു. എന്നിട്ട് ഇവിടത്തേക്ക് ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. That is the point M. M എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. കാരണം എക്സ് വൈ ലൈനിന് താഴെ നമ്മൾ ഒരിക്കലും എ ഡാഷ് ബി ഡാഷ് എം ഡാഷ് അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എം ഒ എന്ന് എടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? സോറി, ഇത് ഇങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ നമുക്ക് ചിത്രം കുറച്ചും കൂടി ഒരു നമ്മൾ കാണാൻ നീറ്റ്നെസ് ഉണ്ടാവില്ല. ബെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതേമാതിരി വരച്ചാൽ മതി. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് വരച്ചു, ഒരു പോയിന്റ് ഇവിടെ ചൂസ് ചെയ്തു,
ഇവിടെ വേണം ചൂസ് ചെയ്യാം. ഒരു ലൈൻ ഞാൻ വരച്ചു. ലെറ്റ് ഇറ്റ് ബി O, M എന്ന് വിചാരിക്കും. ദിസ് ആംഗിൾ ഈസ് ഫൈ എന്ന് കരുതുക. ദാറ്റ് ഈസ് 40 ഡിഗ്രി ആണ്. ഇറ്റ് ഇസ് ഗിവൺ ആണ് 40. ഒരു ലോക്കസ് വരച്ചു. ഓക്കെ, ടേക്ക് ദിസ് ലെങ്ത്, ഈ OM എന്ന് പറയുന്ന ലെങ്ത് എടുക്കുക. എന്നിട്ട് ഈ ലെങ്ത് ഇതിവിടെ വരച്ചു. ഇനി ഈ കാണുന്ന ലെങ്ത് വരയ്ക്കാൻ പോകുന്നത്. അതെടുത്തിട്ട് ഇത് സെൻറ്റർ ആക്കിയിട്ട് ആർക്ക് വരക്കുക. സോ ദിസ് വിൽ ബി ദി ആംഗിൾ ബീറ്റ. ഓക്കെ, നൗ കീപ് യുവർ പ്രൊട്രാക്ടർ ഹിയർ. Take this pencil, angle beta, draw one line. So this angle is beta. അത് നിങ്ങൾ മെഷർ ചെയ്തെടുക്കണം. ഞാൻ എടുത്തില്ല, അത്രയോളം വ്യത്യാസം. എന്നിട്ട് ഈ ലൈനിൻ്റെ മുകളിൽ എവിടെയും കഴിഞ്ഞ് ഞാൻ ഈ O എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ മുതൽ ഇവിടെ വരിക ടോട്ടൽ ലെങ്ത് ഞാൻ എടുക്കുന്നു. ഫുൾ ലെങ്ത് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ മുതൽ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അത് ഇവിടെ എടുത്തു. സെൻറ്റർ ടു ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു. അപ്പോൾ അവിടെ ബി കിട്ടി. അതേമാതിരി M എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ദെൻ ഇവിടെ D എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഓക്കെ, ദെൻ ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. 90 ഡിഗ്രി. ഓക്കെ, ദെൻ ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, ഹിയർ ഓൾസോ 90 ഡിഗ്രി. ഓക്കെ, ദെൻ ഇൻ ബിറ്റ്വീൻ ദിസ് M ആൻഡ് D there will have one more line. സോ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, അതേമാതിരി ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈ ലെങ്ത് ഉണ്ടല്ലോ അത് ഇവിടെ എടുക്കുന്നു. അതേ ലെങ്ത് ഇവിടെ കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ഇത്രയും ലെങ്ത് M', F അത് ഇവിടെ ചൂസ് ചെയ്യുന്നു. അതേമാതിരി ഇവിടെയും ചൂസ് ചെയ്യാൻ പറ്റും. ശരിയല്ല? സിമിലർലി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്ന് വരും, ഇവിടെയും വരും. എല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് എ എലിപ്റ്റിക്കൽ ഷേപ്പ്. എന്തുകൊണ്ട്? അത് നമ്മൾ ഇവിടുന്ന് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ബേസ് നമ്മളെ നോക്കുന്നത്. XY ലൈനിന്റെ മുകളിൽ ബേസ് ഉള്ള സമയത്ത് ഈ ബേസ് ടോപ്പിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു. എന്നാൽ XY ലൈനിന്റെ താഴെയാണ് ഈ ബേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത്, നമ്മുടെ അടുത്താണ് ബേസ് ഉള്ളത്. ബേസ് ഇസ് ലുക്കിംഗ് ടുവേർഡ്സ് അസ്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ബേസ് വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ദി ക്രൈറ്റീരിയ. ദ ബേസ് വിത്ത് ആൻ എൻഡ് ഓഫ് ദി ആക്സിസ് ഫാർദർ ടു XY in one view will be visible in the second view. ഓക്കെ, അതായത് ഇത് ഒന്നുമില്ല, ഇവിടെ വിസിബിളാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് B, അതേമാതിരി ഈ കാണുന്ന പോയിന്റ് വരുക, ഇത് D ആണ്. ദിസ് ഇസ് D. കൺഫ്യൂഷനാണല്ലോ. ഇത് B ആണ്. ഇത് C, D. ഇവിടെ വരുന്ന പോയിന്റ് E. ഇത് F. Now you have to join between this one. And ഇവിടെ ആ നെയിമിങ് കൊടുത്തിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, സാറിന് വരയ്ക്കേണ്ട മെത്തേഡ് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നൗ എന്ത് ചെയ്യണം? ഈ വരച്ചതിനെല്ലാം ഇത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഓരോ പോയിന്റിനും പ്രൊജക്റ്റ് ചെയ്യണം ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു വ്യൂ ഇവിടെ കിട്ടും. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. സോ ഡ്രോ ദി ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ കൃത്യമായിട്ട് ഇവിടെ കിട്ടും. അപ്പം ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വരയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കേണ്ട കാര്യം മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ.
criteria is very important. Criteria, all the boundaries must be visible. What is the second criteria? An edge or a point on the side of the axis nearer to xy in one view will be hidden in the second view. An edge or a point on the side of the axis farther to xy in one view will be visible in the second view. The base with the end of the axis nearer to xy in one view will be hidden in the second view. The base with the end of the axis farther to xy in one view will be visible. It can't be visible. All the lines joining at the corner within the boundary will be either hidden or visible. A line crossing a visible line will be invisible and vice versa. ഇത്രയാണ് ആ ഒരു ക്രൈറ്റീരിയ കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ വിസിബിൾ എഡ്ജും ഹിഡൻ എഡ്ജും മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹാളിൽ കൂടി ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് സമയം എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും തിരിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്രൈറ്റീരിയ കൃത്യമായിട്ട് പഠിക്കണം. എന്നാൽ വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, now let us see one problem, that is a cone of 40 mm diameter and 50 mm axis is resting on one of its generator on HP which make 30 degree inclined to VP. Draw its projections. A cone 40 mm diameter and 50 mm axis is resting on one of its generators on HP and top view of the axis 30 degree with VP. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേണ്ടത് കേട്ടോ. അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Top view of the axis makes an angle 30 degree with VP. So ഇവിടെ first you are going to draw the top view. അപ്പോൾ അത് പഠിച്ചു. അത് നമ്മൾ 8 ഈക്വൽ ഡിവിഷനാക്കി മാറ്റി. ഓക്കെ, നെയിമിങ് കൊടുക്കുന്നു. നെയിമിങ് കൊടുത്തു, മേലോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട് വ്യൂ അടിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ കംപ്ലീറ്റ് ആയി. ദെൻ യു ഹാവ് ടു ടിൽറ്റിംഗ്. നെയിമിങ് കൊടുക്കുന്നു. ഓക്കെ, ടിൽറ്റ് ചെയ്തു, താഴോട്ടൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ പഠിച്ചു. അപ്പം 3 പഠിച്ചു, 4 പഠിച്ചു. ഉണ്ടോ? ഞാൻ അതിൻ്റെ സൈഡ് വ്യൂ എടുക്കുന്നത്, അല്ല സോറി 50 വ്യൂ. ഇവിടെ എ കോൺ ഓഫ് ബേസ് 40 mm ഡയമീറ്റർ 50 mm ആക്സിസ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റർ ഓൺ HP വിച്ച് മേക്സ്, അതായത് ജനറേറ്ററാണ് മേക്ക് ചെയ്യുന്നത്. വിച്ച് മേക്സ് 30 degree വിത്ത് VP എന്ന് പറയുമ്പോൾ നമ്മൾ ബീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മറ്റേ ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് മേക്ക് ആൻ ആംഗിൾ 40 degree വിത്ത് VP, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് 30 degree വിത്ത് VP എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീറ്റ കണ്ടുപിടിക്കേണ്ട. ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് 30 degree വിത്ത് XY ലൈൻ എന്ന് പറഞ്ഞാലും ബീറ്റ കണ്ടുപിടിക്കേണ്ട. ആക്സിസ് 30 degree വിത്ത് VP എന്ന് പറഞ്ഞാൽ മാത്രമേ ബീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ആക്സിസ് 30 degree വിത്ത് XY ലൈൻ എന്ന് ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ, പിന്നെ ആക്സിസ് അഥവാ അങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെ നിങ്ങൾ ബീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആക്സിസ് 30 degree വിത്ത് VP എന്ന് പറഞ്ഞാൽ ആക്സിസ് ഈസ് 30 degree വിത്ത് VP എന്ന് പറഞ്ഞാൽ ബീറ്റ കാണണം. ആക്സിസ് ഈസ് 30 degree വിത്ത് XY ലൈൻ എന്ന് പറഞ്ഞാൽ ബീറ്റ കാണണ്ട. ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് ഇൻക്ലൈൻഡ് ദിസ് മച്ച് വിത്ത് XY എന്ന് പറഞ്ഞാൽ ബീറ്റ കാണണ്ട. ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസ് മേക്ക് ആൻ ആംഗിൾ ദിസ് മച്ച് വിത്ത് VP എന്ന് പറഞ്ഞാലും ബീറ്റ കാണണ്ട. ഓക്കെ, see, this is the method for finishing this problem. Okay, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും വരക്കണം.